നമസ്കാരം, ഞാൻ ബൈജു നായർ. നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒക്കെയാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. ചോദ്യോത്തരങ്ങളിൽ കിടക്കുന്നതിന് മുമ്പ് ഈ ആഴ്ചയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാഹന വാർത്ത ഏതാണെന്ന് നോക്കാം. 1988 മുതൽ നമ്മുടെ റോഡുകളിലെ നിത്യ സാന്നിധ്യമാണ് ഹോണ്ട സിറ്റി. ഹോണ്ട സിറ്റി ഒരു പ്രത്യേക വിഭാഗത്തിന് പ്രിയപ്പെട്ട വാഹനമാണ്. അത് പ്രധാനമായും ഡോക്ടേഴ്സ്, പ്രൊഫഷണൽസ് തുടങ്ങിയവരൊക്കെയാണ് ആ വാഹനം അധികം ഉപയോഗിക്കുന്നത്. തന്നെയുമല്ല, ഹോണ്ട എന്ന് പറയുന്ന ആ ഒരു വാഹന നിർമ്മാണ കമ്പനിയിൽ എത്തിപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിൽ തന്നെ അങ്ങ് തുടരുന്നൊരു പതിവുണ്ട്. ഹോണ്ടയുടെ തന്നെ മറ്റു വാഹനങ്ങൾ ഇങ്ങനെ വാങ്ങിക്കുക, അതായത് ഏതെങ്കിലും SUV എന്നാൽ SUVയിലേക്ക് പോവുക. അങ്ങനെ വളരെ എന്താ പറയുക, ലോയൽ കസ്റ്റമേഴ്സാണ് എപ്പോഴും എല്ലാ കാലത്തും ഹോണ്ടയ്ക്കുള്ളത്. ഹോണ്ടയുടെ വാഹനങ്ങൾ നോക്കിയാൽ അങ്ങനെ എപ്പോഴും ധാരാളം ഫീച്ചേഴ്സ് ഒന്നും ഇടിച്ച് കുത്തി കയറ്റി തരുന്ന പരിപാടിയൊന്നുമില്ല. അവരവരുടേതായ രീതിയിൽ പോകുന്നു. അതിന് പിന്നാലെ ഒരു വലിയ കസ്റ്റമർ വിഭാഗം പോകുന്നുണ്ട് എന്നുള്ളതുകൊണ്ട് തന്നെ ഹോണ്ട എല്ലാ കാലത്തും നല്ല രീതിയിൽ ജീവിച്ചു വരുന്നുണ്ട് ഇന്ത്യയിൽ. ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഹോണ്ട സിറ്റിയുടെ ഏറ്റവും പുതിയ മോഡൽ വരുന്നു എന്നുള്ളതാണ്. ഏറ്റവും പുതിയ മോഡൽ നല്ല പറയേണ്ടത്, ഒരു ഫേസ് ലിഫ്റ്റ് മോഡൽ വരാൻ പോകുന്നു. അപ്പോൾ 1988 ഇവിടെ എത്തിയതിനു ശേഷം പലതവണ മാറ്റങ്ങൾക്ക് വിധേയമായിട്ടുണ്ട് ഹോണ്ട സിറ്റി. 2008, 2014, 2020 എല്ലാം വലിയ മാറ്റങ്ങൾക്ക് വിധേയമായി. തന്നെയുമല്ല, ഒരു സ്ട്രോങ് ഹൈബ്രിഡ് വരികയും ഉണ്ടായി. ഏറ്റവും ലാസ്റ്റ് വന്ന 2020 മോഡലിൽ സ്ട്രോങ് ഹൈബ്രിഡ് വരികയുണ്ടായി. അത് എത്രത്തോളം വിറ്റു എന്ന് അറിഞ്ഞുകൂടാ, പക്ഷേ എങ്കിൽ പോലും നല്ല ഡ്രൈവബിലിറ്റിയുള്ള, നല്ല മൈലേജ് ഉള്ളൊരു മോഡലായിരുന്നു അത്. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഏറ്റവും പുതിയ ഹോണ്ട സിറ്റിയുടെ ഫേസ് ലിഫ്റ്റ് വരികയാണ്. അത് മെയ് 22-നാണ് അതിൻ്റെ ലോഞ്ച് ഫംഗ്ഷൻ വെച്ചിരിക്കുന്നത് ഡൽഹിയിൽ. അതിനുശേഷം അത് ഓടിക്കാനും വിളിച്ചിട്ടുണ്ട്. 28-ന് ബാംഗ്ലൂരാണ് അത് ഓടിക്കാനായിട്ട് വിളിച്ചിരിക്കുന്നത്. അപ്പം മീഡിയ ഡ്രൈവും ലോഞ്ചും എല്ലാം അടുത്തടുത്ത ദിവസങ്ങളിലാണ്. അപ്പോൾ വളരെ പെട്ടെന്ന് നമുക്ക് വാഹനത്തെ പറ്റി കൂടുതൽ കാര്യങ്ങൾ അന്ന് മനസ്സിലാക്കാൻ സാധിക്കും. എങ്കിലും ഇപ്പോൾ മനസ്സിലായിരിക്കുന്ന എന്തൊക്കെയാണ് മാറ്റങ്ങൾ എന്ന് ചോദിക്കുകയാണെങ്കിൽ, മുൻഭാഗത്ത് കുറേ മാറ്റങ്ങൾ വന്നിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അതായത് ഹെഡ് ലാമ്പ്, ഗ്രില്ല്, ബമ്പർ, അലോയ് വീലുകൾ എന്നിവയെല്ലാം പുതിയ ഡിസൈനിലാക്കി മാറ്റിയിട്ടുണ്ട്. LED ഹെഡ് ലാമ്പുകൾക്ക് കുറെ കൂടി ഷാർപ്പ് ലുക്കാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അതുപോലെ ഗ്രില്ല് ഇപ്പോൾ ഹണിക്കൊമ്പ് രീതിയിലായി, ആ ഡിസൈനിലായിട്ട് മാറിയിട്ടുണ്ട്. ബമ്പറിൽ പുതിയ ഷേപ്പുള്ള എയർ ഡാം പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. അതുപോലെ തന്നെ ഡ്യുവൽ കളർ അലോയ് വീലുകൾക്കും പുതിയ ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. എക്സ്റ്റീരിയറിൻ്റെ ചിത്രങ്ങളാണ് ഇപ്പോൾ ലീക്കായിരിക്കുന്നത്. ഇൻറ്റീരിയറിൻ്റെ ചിത്രങ്ങൾ ലീക്കായിട്ടില്ല. എങ്കിൽ പോലും ഇൻറ്റീരിയറിൽ കുറേ മാറ്റങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. പ്രധാനമായിട്ടും നമുക്ക് അതിൻ്റെ ഇൻറ്റീരിയറിൻ്റെ കളർ, അതായത് അപ്ഹോൾസ്റ്ററിയുടെയും മറ്റ് കളർ മാറാനുള്ള സാധ്യതയുണ്ട്. അതാണ് പ്രധാന മാറ്റമായിട്ട് വരാവുന്നത്. പിന്നെ ഇപ്പോൾ അതിനേക്കാളും വലിയ സ്ക്രീൻ, അതായത് ടച്ച് സ്ക്രീൻ, ഇൻഫർടൈൻമെന്റ് സിസ്റ്റത്തിൻ്റെ സ്ക്രീൻ എന്ന് പറയുന്നത് ഇപ്പോൾ 8 ഇഞ്ചാണ്. പക്ഷേ അതിനേക്കാൾ വലുതൊരെണ്ണം വരാനുള്ള സാധ്യതയുണ്ട്. അതൊരു ഫ്രീ സ്റ്റാൻഡിങ് സ്ക്രീൻ ആകാനുള്ള സാധ്യതയാണ് ഉണ്ടാകുന്നത്. പിന്നെ പുതിയ ഡിസൈനുള്ള ഡാഷ് ബോർഡും പ്രതീക്ഷിക്കാം. പിന്നെ 360 ക്യാമറ വന്നേക്കാം. വെന്റിലേറ്റഡ് സീറ്റുകൾ, പവേർഡ് ഡ്രൈവർ സീറ്റ് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഇതൊക്കെ പറയുമ്പോഴേക്കും ഇതൊക്കെ ഇപ്പോഴാണോ ഇതിൽ വരുന്നതെന്നൊരു ചോദ്യമാണ് വരാൻ പോകുന്നത്. കാരണം വളരെ ചെറിയ വാഹനങ്ങൾ പോലും ഇത്തരം കാര്യങ്ങളൊക്കെ വന്നിട്ട് കുറേ കാലമായി. പക്ഷേ ഹോണ്ട എപ്പോഴും അത്തരം കാര്യങ്ങളിലേക്ക് എത്തുന്ന കുറച്ച് ലേറ്റായിട്ടാണ്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ പുതിയ സിറ്റിയിൽ ഇത്തരം 360 ക്യാമറ വരും എന്നൊക്കെ നമ്മൾ പറയാനുള്ളൊരു കാരണം എന്ന് പറയുന്നത്. എന്തായാലും എഞ്ചിനിൽ മാറ്റം ഉണ്ടാകാനിടയില്ല. ഇപ്പോൾ 1.5 ലിറ്റർ പെട്രോൾ എഞ്ചിനാണ് ഈ ഒരു ഹോണ്ട സിറ്റിക്കുള്ളത്. അത് തുടരും. കൂടാതെ 126 HP ഒരു സ്ട്രോങ് ഹൈബ്രിഡ് മോഡലുണ്ട്, അതും തുടരുക തന്നെ ചെയ്യും. അപ്പോൾ ചിത്രങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്ന അങ്ങനെ വലിയ മാറ്റമല്ല, കുറച്ച് ഷാർപ്പായി ഡിസൈൻ മൊത്തത്തിലെന്നുള്ളതാണ്. ഇൻറ്റീരിയറിൻ്റെ കാര്യത്തിൽ വളരെ കൃത്യമായ അറിവ് കിട്ടിയിട്ടില്ല, എങ്കിലും ഇത്തരം മാറ്റങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും കുറച്ച് ദിവസം കൂടി വെയിറ്റ് ചെയ്താൽ മതി. ഹോണ്ട സിറ്റി എന്തൊക്കെയാണ് മാറ്റങ്ങൾ സംഭവിച്ചിരിക്കുന്നത് ലോഞ്ച് ദിവസം അറിയാൻ സാധിക്കും. അതിനുശേഷം മറ്റ് മാറ്റങ്ങൾ വളരെ വിശദമായിട്ട് നമുക്ക് അറിയാൻ വേണ്ടി 26-ാം തീയതി മീഡിയ ഡ്രൈവും നടക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഇന്നത്തെ ആദ്യത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. അത് അയച്ചിരിക്കുന്നത് സന്തോഷ് മാനുവലാണ്, തിരുവല്ലയിൽ നിന്നും. ഞാനിപ്പോൾ പഴയ ഹോണ്ട സിറ്റിയാണ് ഉപയോഗിക്കുന്നത്. ഇനി മറ്റൊരു സെഡാനിലേക്ക് മാറിയ കൊള്ളാമെന്നുണ്ട്. ഹ്യുണ്ടായി വെർണയാണ് മനസ്സിലുള്ളത്. ഇപ്പോൾ ഫേസ് ലിഫ്റ്റ് സംഭവിച്ച വെർണ വന്നതായിട്ട് വായിച്ചു. എന്തൊക്കെയാണ് ആ പുതിയ വെർണയുടെ ഗുണദോഷങ്ങൾ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. പഴയ ഹോണ്ട സിറ്റി ഉപയോഗിക്കുന്നയാൾക്ക് പറ്റുന്നൊരു ഇൻഫർമേഷനാണ് ഇപ്പോൾ തൊട്ട് മുമ്പ് വന്നത്. അതായത് പുതിയ ഹോണ്ട സിറ്റി വരുന്നുണ്ടെന്നുള്ള കാര്യം. എങ്കിലും ഹോണ്ട സിറ്റി ഉപയോഗിച്ച് മടുത്തു എന്നുണ്ടെങ്കിൽ വീണ്ടും തീർച്ചയായിട്ടും മറ്റൊരു ബ്രാൻഡിലേക്ക് മാറാം. അത് വെർണയാണെങ്കിൽ കുഴപ്പമില്ല. വെർണയുടെ ഗുണദോഷങ്ങൾ ചോദിച്ചാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദോഷം, ധാരാളം ഗുണങ്ങളുണ്ട്, ഏറ്റവും പ്രധാനപ്പെട്ട ദോഷം എന്ന് പറയുന്നത് റീസെയിൽ വാല്യൂ കുറവാണെന്നുള്ളതാണ്. ഇപ്പോൾ ഹോണ്ട സിറ്റിയൊക്കെ റീസെയിൽ വാല്യൂ കുറവാണ്. ഈ റീസെയിൽ വാല്യൂ എന്ന് പറയുന്നത് എപ്പോഴും വാഹനം വിൽക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടാണ്. കൂടുതൽ യൂണിറ്റുകൾ വിറ്റ് കഴിഞ്ഞാൽ റീസെയിൽ വാല്യൂ കൂടുമെന്നുള്ളതേ ഉള്ളൂ. അതിൻ്റെ അത് വലിയ റോക്കറ്റ് സയൻസ് ഒന്നുമില്ല. അപ്പം വെർണ വളരെയധികം വിൽക്കുന്ന ഒരു മോഡൽ അല്ലാത്തതുകൊണ്ട് തന്നെ അതിന് റീസെയിൽ വാല്യൂ കുറവായിരിക്കും എന്നുള്ള ഒരു പ്രശ്നമേ പറയാനുള്ളൂ. പക്ഷേ വളരെ മികച്ച ഒരു വാല്യൂ ഫോർ മണി കാറാണ് ഏറ്റവും പുതിയ വെർണ എന്നുള്ള സംശയമില്ല. വെർണയുടെ കാര്യത്തിൽ മറ്റേതെങ്കിലും സംഭവിച്ചത്, വെർണയുടെ രൂപം പാടെ മാറി. പണ്ട് ഹ്യുണ്ടായുടെ ഏറ്റവും പ്രധാനപ്പെട്ട മോഡലുകൾ ഒന്നായിരുന്നു വെർണ. നമ്മൾ സാധാരണ വീടുകളൊക്കെ എടുത്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ അതിൻ്റെ രൂപം കണ്ടുകഴിയുമ്പോഴത്തേക്കും നമുക്കൊന്നും അടുക്കാൻ പറ്റാത്ത രീതിയിൽ അതിൻ്റെ രൂപമൊക്കെ മാറി. വളരെ ഫ്യൂച്ചറിസ്റ്റിക് രൂപമൊക്കെ ആയപ്പോഴത്തേക്കും ജനമനസ്സുകളിൽ നിന്ന് കുറച്ചൊന്ന് മാറി എന്നാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. പക്ഷേ ഇൻറ്റീരിയർ സ്പേസ് ആയാലും അതുപോലെ ഡ്രൈവിംഗ് കംഫർട്ടായാലും എല്ലാം തന്നെ ഗംഭീരമാണ്.
വെർണയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ. തന്നെയുമല്ല പുതിയ വെർണയുടെ വിലയൊക്കെ നമ്മൾ ഞെട്ടിപ്പോകും കേട്ടോ. അത്രയും വലിയൊരു വാഹനത്തിൻ്റെ വില ആരംഭിക്കുന്നത് 10.98 ലാക്സിലാണ്. അതായത് 15 ലക്ഷം രൂപയിൽ അതിൻ്റെ വില ആരംഭിക്കുന്നുണ്ട്. പക്ഷേ അതിൻ്റെ ടോപ്പ് എൻഡ് മോഡൽ എന്ന് പറയുന്നതിന് 18.25 ലക്ഷം രൂപയും വിലയുണ്ട്. ഇപ്പോൾ ഏറ്റവും പുതിയ മോഡൽ വന്നപ്പോൾ ചെറിയ മാറ്റങ്ങളൊക്കെയാണ്, വമ്പൻ മാറ്റങ്ങളൊന്നും അല്ല നമ്മൾ കാത്തിരിക്കുന്നത്. എന്തൊക്കെയാണ് മാറ്റം നോക്കുകയാണെങ്കിൽ, ബ്ലാക്ക് ക്രോമായിട്ട് ഗ്രില്ല്, അതിൻ്റെ ഫിനിഷ് ബ്ലാക്ക് ക്രോമായിട്ട് മാറിയിട്ടുണ്ട്. പുതിയ രൂപത്തിലുള്ള പ്രൊജക്ടർ LED ലൈറ്റ് വന്നിരിക്കുന്നു. അതുപോലെ തന്നെ 16 ഇഞ്ച് അലോയ് വീലിനും പുതു രൂപമാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ 2 പുതിയ കളേഴ്സ് കൂടി വന്നിട്ടുണ്ട്, എക്സ്റ്റീരിയർ കളേഴ്സ് കൂടി. അതിലൊന്നൊരു ഗ്രേ മാറ്റ് ഫിനിഷ് ഉള്ളതാണ്. അങ്ങനെ 2 പുതിയ കളേഴ്സ് വന്നു. ഉള്ളിൽ സീറ്റിന് ബോസ് മോഡ് വന്നു എന്നുള്ളതാണ് മറ്റൊരു കാര്യം. ബോസ് മോഡ് എന്ന് പറയുന്നത് ഈ പാസഞ്ചർ സീറ്റ് പിൻഭാഗത്തിരിക്കുന്നയാൾക്ക് ഒരു സ്വിച്ചിട്ട് മുന്നിലേക്ക് തള്ളി നീക്കാൻ പറ്റുന്ന സംവിധാനമാണ്. അപ്പം ഫ്രണ്ടിലെ പാസഞ്ചർ സീറ്റിൽ ആളില്ലെങ്കിൽ പിന്നിലിരിക്കുന്നയാൾക്ക് സുഖമായിട്ട് കാല് നീട്ടി വെച്ചിരിക്കാൻ പറ്റും. അതിന് മുന്നിലെ സീറ്റ് ഡ്രൈവറോ മറ്റോ മുന്നിലേക്ക് മാറ്റി കൊടുക്കേണ്ട കാര്യമില്ല. അപ്പോൾ ആ ഒരു സ്വിച്ച് വന്നു, ബോസ് മോഡ് എന്ന് പറയുന്ന ആ ഒരു സ്വിച്ച് വന്നിരിക്കുന്നു. മറ്റൊരു കാര്യമുള്ളത്, ഈ ഒരു സെഗ്മെൻറ്റിലെ മറ്റൊരു മോഡലിനും ആ ഒരു ബോസ് ഫംഗ്ഷൻ സീറ്റ് ഇല്ല എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യമായിട്ട് കമ്പനി പറയുന്നത്. പിന്നെ മുന്നിലെ പാസഞ്ചർ സീറ്റിനും ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റ്മെൻറ്റ് വന്നുള്ള മറ്റൊരു കാര്യം. സ്റ്റിയറിംഗ് വീല് പുതുതാണ്. അതിൽ H എന്ന് പറയുന്ന മോഴ്സ് കോഡ്, ഇപ്പോൾ പുതുതായിട്ടും ഹ്യുണ്ടായുടെ ഇലക്ട്രിക് വാഹനങ്ങളെ കാണുന്ന H മോഴ്സ് കോഡിൽ ആണ് ഇപ്പോൾ എഴുതിയിരിക്കുന്നത്. ഇതിൻ്റെ എന്തായിരുന്നു സ്റ്റിയറിംഗ് വീലിൻ്റെ നടുക്കുള്ള ലോഗോ എന്ന് പറയുന്നത്. മറ്റ് മാറ്റങ്ങളൊന്നും ഉള്ളിലില്ല. പിന്നെ 7 എയർ ബാഗ്സ് ടോപ്പ് എൻഡ് മോഡലിൽ കൊടുത്തിട്ടുണ്ട്. അതും ഈ സെഗ്മെൻറ്റിൽ ആദ്യമായിട്ടാണ് 7 എയർ ബാഗുകൾ വരുന്നത്. ഇതിൻ്റെ ടോപ്പ് എൻഡിലാണ്. അതിൻ്റെ താഴേക്കുള്ള മോഡലുകളെല്ലാം തന്നെ വേരിയൻസിലെല്ലാം തന്നെ 6 എയർ ബാഗാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ എഞ്ചിനിൽ മാറ്റമൊന്നുമില്ല. വില നോക്കുകയാണെങ്കിൽ പഴയതിനേക്കാൾ ഏകദേശം 18,000 രൂപയൊക്കെയാണ് ഒരു വേരിയൻറ്റ് വൈസ് കൂടിയിരിക്കുന്നതെന്ന് പറയാം. പക്ഷേ ഇത്രയും പുതിയ മാറ്റങ്ങൾ വന്നിട്ടും 18,000 രൂപ വർദ്ധിപ്പിച്ചിട്ടുള്ളൂ എന്നാണ് നമുക്ക് പറയാവുന്ന കാര്യം. അപ്പോൾ എന്തായാലും വെർണ ഒട്ടും മോശമല്ല, ഗംഭീര വാഹനമാണ്. നിങ്ങൾ ദീർഘകാലം ഉപയോഗിക്കാനാണെങ്കിൽ വാങ്ങിക്കാം. പെട്ടെന്ന് വാങ്ങിച്ച് വിറ്റ് വലിയ നഷ്ടം വരണം എന്ന് ആഗ്രഹിക്കുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും വാങ്ങിക്കുന്ന ഒരു മോഡലാണ് ഹ്യുണ്ടായി വെർണ. അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. അത് അയച്ചിരിക്കുന്നത് ശില്പ സുരേന്ദ്രനാണ്, കൊയിലാണ്ടിയിൽ നിന്നും. ഞങ്ങളിപ്പോൾ UAE-യിലാണ്. ഇവിടെ ടൊയോട്ട RAV4 ആണ് ഉപയോഗിക്കുന്നത്. ഡിസംബറിൽ തിരികെ നാട്ടിൽ വന്ന് സെറ്റിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. അപ്പോൾ ഒരു കാർ വാങ്ങണം. മാരുതി ഫ്രോങ്സ് ആണ് മനസ്സിലുള്ളത്. ഫ്രോങ്സിനെ കുറിച്ച് എന്താണ് അഭിപ്രായം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഫ്രോങ്സ് എന്ന് പറഞ്ഞാൽ പ്രാഥമികമായിട്ടും ഒരു ബലേനോ തന്നെയാണ്. അതായത് ബലേനോയുടെ കുറച്ച് ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ള രൂപം എന്നാണ് ഫ്രോങ്സിനെ നമുക്ക് വിളിക്കാവുന്നത്. അപ്പോൾ അതിൻ്റെ ഏറ്റവും പുതിയ ഒരു മോഡൽ വരാൻ പോകുന്നത് കേൾക്കുന്നുണ്ട്. അപ്പോൾ ഡിസംബറിൽ ശില്പയും അതുപോലെ കുടുംബമൊക്കെ നാട്ടിലേക്ക് വരുമ്പോഴത്തേക്കും ഫ്രോങ്സിൻ്റെ പുതിയ രൂപം വരാനുള്ള സാധ്യതയുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട വ്യത്യാസം നമുക്ക് ബലേനോയോട് പറയുന്നത്, ബലേനോയിൽ ഈ പറഞ്ഞ പോലെ AMG ഗിയർ ബോക്സ് ആണ്. ഓട്ടോമാറ്റിക് എന്ന് പറഞ്ഞാൽ AMG ആണെങ്കിൽ ഇതിലങ്ങനല്ല. ഇതിൽ ഒരു പ്രോപ്പറായിട്ടുള്ള ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് കൊടുത്തിട്ടുണ്ടെന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. അപ്പം അതൊരു വലിയ മാറ്റം തന്നെയാണ്. സാധാരണ നമ്മൾ ഒട്ടും ലാഗില്ലാത്ത രീതിയിൽ ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് ഉള്ള ഒരു വാഹനം ഓടിച്ചു പോകണമെങ്കിൽ ഫ്രോങ്സേ നിങ്ങൾക്ക് സാധ്യതയുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾക്ക് AMGയിലേക്ക് പോകേണ്ടി വരും. അപ്പോൾ എന്താണ് ഏറ്റവും പുതിയ ഫ്രോങ്സ് നമ്മൾ പ്രധാനപ്പെട്ട ഒരു വ്യത്യാസമായിട്ട് പറയാവുന്നത് എന്ന് പറയുന്നത്, എക്സ്റ്റീരിയറിലും ഇൻറ്റീരിയറിലും മാറ്റങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാകും എന്നുള്ളത് അറിയാമല്ലോ. അതുകൂടാതെ ഒരു അഡാസിൻ്റെ ലെവൽ 2 ഫീച്ചേഴ്സ് കൂടി ഇതിൽ വരാൻ പോകുന്നു എന്നാണ് കേൾക്കുന്നത്. മറ്റൊരു കാര്യമുള്ളത്, ഒരു സ്ട്രോങ് ഹൈബ്രിഡ് എൻജിൻ സെറ്റപ്പ് കൂടി ഇതിൽ വരും. അപ്പം ഇത്തരം മാറ്റങ്ങൾ, അഡാസിൻ്റെ ലെവൽ 2 ഫീച്ചേഴ്സ് വരുന്നു, അതുപോലെ തന്നെ ഒരു സ്ട്രോങ് ഹൈബ്രിഡ് മോഡൽ വരുന്നു. ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ഈ ഒരു ഫ്രോങ്സിൽ സംഭവിക്കാവുന്ന കാര്യങ്ങൾ. പിന്നെ സൺറൂഫ്, വെന്റിലേറ്റർ സീറ്റുകൾ എന്നിവയൊക്കെ വരാനുള്ള സാധ്യതയും നമ്മൾ കാണുന്നുണ്ട്. എന്തായാലും മാരുതി ഇതിനെപ്പറ്റിയുള്ള കൂടുതൽ വിവരങ്ങളൊന്നും പുറത്തുവിട്ടിട്ടില്ല. പക്ഷേ ഫ്രോങ്സിൻ്റെ പുതിയ വേരിയൻറ്റ് പുതിയ ഈ ഒരു വേരിയൻ്റ് എന്ന് പറയാമല്ലോ, അതായത് അഡാസൊക്കെയുള്ള വേരിയൻറ്റ്, നല്ലൊരു ഫേസ് ലിഫ്റ്റോട് കൂടിയ വേരിയൻ്റ് ഒക്കെ വരാൻ പോകുന്ന സാധ്യത പുറത്ത് വിട്ടിട്ടുണ്ട് കമ്പനി എന്നുള്ളത് സംശയമില്ല. അപ്പോൾ ഇതുവരെ 5 ലക്ഷം യൂണിറ്റുകളാണ് ഫ്രോങ്സിൻ്റെതായിട്ട് വിറ്റത്. ഞാനൊക്കെ ആദ്യം എനിക്ക് ഓർമ്മയുണ്ട്, ഗോവയിലായിരുന്നു എൻ്റെ ഡ്രൈവ്. ഫ്രോങ്സ് ആദ്യമായിട്ട് കണ്ടപ്പോൾ ഇതൊക്കെ എവിടെ ആര് വാങ്ങിക്കുമെന്ന് എനിക്ക് തോന്നി. കാരണം ബലേനോ ഓൾറെഡി ഉണ്ട്, കൂടാതെ അതിൻ്റെ മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ ബ്രസയുണ്ട്. ഇത് ഒന്നുമല്ലാത്ത രൂപം. ഇത് SUV ആണെന്ന് വെച്ചാൽ SUV അല്ല, എന്നാൽ ഹാഷ് ബാക്ക് ആണെന്ന് വെച്ചാൽ ഹാഷ് ബാക്കും അല്ല. ഇങ്ങനെ വല്ലാത്തൊരു രൂപത്തിൽ നിൽക്കുന്ന ഈ വാഹനമൊക്കെ ആര് വാങ്ങിക്കുമെന്നൊക്കെ ഞാനൊക്കെ വിചാരിച്ചെങ്കിൽ അതൊന്നുമല്ല. ജനങ്ങളുടെ മനസ്സിൽ ഇപ്പം മനസ്സിലാക്കുന്ന രീതിയിൽ 5 ലക്ഷം യൂണിറ്റുകളാണ് ഫ്രോങ്സിൻ്റെതായിട്ട് വിറ്റത്. അപ്പോൾ 5 ലക്ഷം യൂണിറ്റുകൾ വിറ്റു എന്ന് മാത്രമല്ല, 1 ലക്ഷം യൂണിറ്റുകൾ ഏറ്റവും പെട്ടെന്ന് വിറ്റ ഒരു വാഹനങ്ങളിൽ ഒന്നാണ്. ഏറ്റവും പ്രധാനപ്പെട്ട വാഹനങ്ങളൊന്നും ഇതാണ്. വളരെ കുറഞ്ഞ കാലം കൊണ്ട് 1 ലക്ഷം യൂണിറ്റുകൾ വിറ്റു. അതിനുശേഷം ഇപ്പോൾ 5 ലക്ഷം യൂണിറ്റായി. അപ്പോൾ അത്രയും പ്രധാനപ്പെട്ട ഒരു വാഹനമായതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധിച്ച് വേണം ഇതിൽ ഫേസ് ലിഫ്റ്റൊക്കെ നടത്താമെന്ന് കമ്പനിക്ക്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ പണിയൊക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. എന്തായാലും ഗ്രില്ല്, ബമ്പർ, പുതിയ അലോയ് വീലുകൾ എന്നിവയൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. ഉള്ളിൽ നിറങ്ങൾ മാറാനുള്ള സാധ്യതയുണ്ട്. 10.24 ഇഞ്ചിൻ്റെ ഇൻഫോർടൈൻമെൻറ്റ് സ്ക്രീൻ പ്രതീക്ഷിക്കാം. വെന്റിലേറ്റഡ് സീറ്റ്, പനോരമിക് സൺറൂഫ് എന്നിവയൊക്കെ ആയിരിക്കും പുതിയ പുതുമകളായിട്ട് വരാൻ പോകുന്നത്. ഇപ്പോൾ മാരുതി ഫ്രോങ്സിന് സേഫ്റ്റി റേറ്റിംഗ് കിട്ടിയിട്ടില്ല. പക്ഷേ ഏറ്റവും പുതിയ ഫ്രോങ്സ് വരുമ്പോൾ അതിന് 5 സ്റ്റാർ റേറ്റിംഗ് കിട്ടുമെന്നാണ് കമ്പനി പറയുന്നത്. ആ തരത്തിലുള്ള കാര്യമായ സേഫ്റ്റി ഫീച്ചേഴ്സൊക്കെ അതിൽ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ എന്തായാലും 2026 ഒടുവിലോ 2027 തുടക്കത്തിലോ ആയിരിക്കും ഏറ്റവും പുതിയ ഫേസ് ലിഫ്റ്റ് വരുന്നത്. അപ്പോൾ അതിൽ സ്ട്രോങ് ഹൈബ്രിഡ് കൂടി ഉണ്ടാകും. അതിന് നല്ല മൈലേജ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട്
ശില്പയൊക്കെ വരുന്ന സമയത്തേക്ക് ഇതൊക്കെ വരുമെന്ന് പ്രതീക്ഷിക്കാം. ഒന്ന് വെയിറ്റ് ചെയ്യാം. അടുത്ത ചോദ്യം ഡേവിഡ് മാത്യു ആണ് അയച്ചിരിക്കുന്നത്. അമേരിക്കയിൽ നിന്നാണ്, സാൻ ഫ്രാൻസിസ്കോയിൽ നിന്നാണ്. ഓരോ മാസവും ഏറ്റവും അധികം വിൽക്കപ്പെടുന്ന മോഡലുകൾ ഏതാണ് എന്ന് ക്വസ്റ്റ്യൻ ആൻസറിൽ പറയുന്നത് നന്നായിരിക്കുമെന്ന് തോന്നുന്നു. വാഹനം വാങ്ങുന്നവർക്ക് അത് സഹായകരമാകുമല്ലോ എന്നാണ് ചോദിച്ചത്. തീർച്ചയായിട്ടും നല്ലൊരു നിർദ്ദേശമാണ്. വാഹന രംഗത്ത് ഏറ്റവും എന്താണ് ഇന്ത്യക്കാർക്ക് ഏറ്റവും പ്രിയപ്പെട്ട മോഡൽ ഏതാണ്, അതുപോലെ വാഹന രംഗത്തെ ട്രെൻഡുകൾ എന്തൊക്കെയാണെന്നൊക്കെ മനസ്സിലാക്കാൻ അത് ഉപകരിക്കും. അപ്പോൾ എന്തായാലും നമുക്ക് അത് ഇടയ്ക്ക് സ്ഥിരമായിട്ടല്ലെങ്കിലും ഇടയ്ക്കിടയ്ക്ക് നമുക്ക് അത്തരം വാഹനങ്ങൾ വിൽപ്പനയെ പറ്റിയുള്ള ന്യൂസുകളും പറയാവുന്നതാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഇപ്പം ഈ കഴിഞ്ഞ മാസത്തെ 2026 ഏപ്രിൽ മാസത്തെ ഇന്ത്യയിലെ കാർ വിൽപ്പനയിലൂടെ ഒന്ന് കണ്ണോടിക്കാം. അപ്പോൾ നമ്മളെല്ലാവരും എപ്പോഴും പറയുന്ന കാര്യം എന്താ, ഇന്ത്യ SUV-യിലേക്ക് തിരിഞ്ഞു എന്നാണ്. സെഡാനുകളല്ല, SUV-കളാണ് ഇന്ത്യക്കാർക്ക് ഏറ്റവും പ്രിയപ്പെട്ട വാഹനമെന്നാണ് നമ്മൾ കരുതുന്നത്. നമ്മൾ റോഡിലേക്ക് ഇറങ്ങിയാലും കാണുന്ന അധികം SUV-കളാണ്, ചെറുത് തൊട്ട് വലിയ SUV-കൾ വരെയാണ്. പക്ഷേ ഇതൊന്നുമല്ല ഇന്ത്യയിൽ ഏറ്റവും അധികം വിൽക്കപ്പെടുന്ന വാഹനം ഇപ്പോഴും എന്നുള്ളതാണ് ഞെട്ടിക്കുന്ന വസ്തുത. അത് ഒരു സെഡാനാണ്. ആ സെഡാൻ്റെ പേര് നിങ്ങൾക്കെല്ലാം അറിയാം, മാരുതി ഡിസയറാണ്. മാരുതി ഡിസയർ എന്ന സെഡാനാണ് ഇപ്പോഴും ഇന്ത്യയിൽ ഏറ്റവും അധികം വിൽക്കപ്പെടുന്ന ഒരു മോഡൽ എന്ന് പറയുന്നത്. ഇടയ്ക്ക് ടാറ്റ പഞ്ച് മോളിലേക്ക് ഇറങ്ങിയാലും വീണ്ടും ഈ ഒരു വാഹനത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഏപ്രിൽ മാത്രം മാരുതി ഡിസയർ വിറ്റത് 23,580 യൂണിറ്റാണ്. ഒട്ടും മോശമല്ല. അതായത് കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് ഡിസയറിൻ്റെ വിൽപ്പന എത്രയായിരുന്നു, അതിനൊക്കെ 39% കൂടിയിരിക്കുകയാണ് ഈ ഒരു വർഷം ഏപ്രിലേക്ക് എത്തിയപ്പോൾ. അപ്പോൾ അങ്ങനെ ഇയർ ബൈ ഇയർ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ് എൻ്റെ വിൽപ്പന എന്നുള്ളൊരു സംശയമില്ല. എന്നാൽ രണ്ടാം സ്ഥാനത്ത് ടാറ്റ പഞ്ച് ഇപ്പോഴും ഉണ്ട്. 19,107 യൂണിറ്റുകളാണ് വിറ്റിരിക്കുന്നത്. അത് കഴിഞ്ഞ വർഷം ഏപ്രിലിനേക്കാൾ 53% വളർച്ച നേടിയിട്ടുണ്ട്. അപ്പോൾ ടാറ്റ പഞ്ചിൻ്റെ EVയും പെട്രോളും എല്ലാം കൂടെയാണ് കേട്ടോ, ഒരുമിച്ചാണ് ഈ പറയുന്നത്. മൂന്നാം സ്ഥാനം എന്ന് പറയുന്നത് മാരുതി എർട്ടിഗയ്ക്കാണ്. 19,063 യൂണിറ്റുകളാണ് വിറ്റിരിക്കുന്നത്. അപ്പം പഞ്ചുമായിട്ട് വളരെ ചെറിയ വ്യത്യാസമേ ഉള്ളൂ. 21% വളർച്ചയാണ് കഴിഞ്ഞ വർഷമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എർട്ടിഗയ്ക്ക് കിട്ടിയിരിക്കുന്നത്. മാരുതി ഫ്രോങ്സ് ആണ് നാലാം സ്ഥാനത്ത്. 18,829 യൂണിറ്റുകളാണ് ഫ്രോങ്സ് വിറ്റിരിക്കുന്നത്. മാരുതി വാഗണാർ ഉണ്ട് തൊട്ടടുത്ത്. വാഗണാർ ഇപ്പോഴും വിൽക്കുന്നുണ്ടെന്നുള്ളത് നിങ്ങൾ കേൾക്കുന്ന പല സംബന്ധം ഞെട്ടിക്കുന്ന കാര്യമായിരിക്കും. പക്ഷേ മാരുതി വാഗണാർ ഇത്രയും വർഷം കഴിഞ്ഞിട്ട് 5ാം സ്ഥാനത്ത് വിൽപ്പനയുടെ കാര്യത്തിൽ നിലനിൽക്കുന്നു എന്നുള്ള ഞെട്ടിക്കുന്ന ഒരു കാര്യമാണ്. 18,648 യൂണിറ്റുകൾ ഈ കഴിഞ്ഞ മാസം കൂടി വാഗണാർ വിറ്റു എന്നുള്ളത് ഞെട്ടിക്കുന്ന വാർത്തയാണ്. എന്തായാലും മാരുതി ബലേനോയാണ് അടുത്ത സ്ഥാനത്ത്. അത് 18,306 യൂണിറ്റുകളാണ് വിറ്റിരിക്കുന്നത്. ടാറ്റ നെക്സോൺ 7ാം സ്ഥാനത്ത് 18,126 യൂണിറ്റുകൾ. മാരുതി സ്വിഫ്റ്റ് 17,828 യൂണിറ്റ്. ഹ്യുണ്ടായി ക്രെറ്റ 15,791 യൂണിറ്റ്. അതുപോലെ തന്നെ മഹീന്ദ്ര സ്കോർപിയോ 14,719 യൂണിറ്റ്. എനിക്കിപ്പോൾ പെട്ടെന്ന് ഓർമ്മ വരും, നമ്മളിപ്പോൾ ഇലക്ഷൻ്റെ സമയത്ത് കൗണ്ടിങ്ങിൻ്റെ ഡേയിൽ ന്യൂസ് കാണുന്നതാണ് കേട്ടോ. ഇങ്ങനെ ഓരോ സ്ഥാനാർത്ഥികളുടെയും കിട്ടിയ വോട്ട് പറയുന്ന പോലെയാണ് ഞാൻ ഈ വിളിച്ച് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും മാരുതി ബ്രസ 14,124 യൂണിറ്റിലൂടെ മുന്നേറുകയാണ്. മാരുതിയുടെ തന്നെ മാരുതി വിക്ടോർസ് അടുത്ത കാലത്ത് വന്ന വാഹനങ്ങളിൽ മാരുതിയുടെ വലിയ ഹിറ്റാകാത്ത മോഡലാണ്, പക്ഷേ നല്ല ഇൻറ്റീരിയർ സ്പേസൊക്കെ ഉള്ള മോഡലാണ്. അതിന് 13,701 യൂണിറ്റാണ് കിട്ടിയിരിക്കുന്നത്. പിന്നെ അങ്ങനെ ഈ പട്ടികയുടെ താഴേക്ക് വരികയാണെങ്കിൽ 7,517 യൂണിറ്റുകൾ വിറ്റ് മഹീന്ദ്ര 3X ഒക്കെ ഉണ്ട്. അങ്ങനെ 10,000 യൂണിറ്റ് താഴെ വിറ്റ കുറച്ച് മോഡലുകൾ കൂടി ഉണ്ടെങ്കിൽ പോലും ഒന്നും മോശം വിൽപ്പന അല്ല നേടിക്കൊണ്ടിരിക്കുന്നത്. 3X ഒക്കെ 7,517 യൂണിറ്റുകൾ വിൽക്കുന്നു എന്ന് പറയുന്നത് മോശം കാര്യമല്ല. അപ്പോൾ ഇതാണ് ഏകദേശം ഈ ഒരു കഴിഞ്ഞ മാസത്തെ ഒരു ട്രെൻഡ് എന്ന് പറയുന്നത് ഇന്ത്യൻ വാഹന വിപണിയുടെ. അപ്പോൾ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഈ ഒരു ട്രെൻഡിലൂടെ കടന്നു പോകാം. എങ്കിലും സെഡാനാണ് ഇപ്പോഴും ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിറ്റ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഒരു മോഡൽ എന്നുള്ളത് എന്നെയും നിങ്ങളെയും ഒരേപോലെ അത്ഭുതപ്പെടുത്തും. ഇനി നമുക്ക് ഈ ആഴ്ചയിലെ വാഹന കൗതുക വാർത്ത ഏതാണെന്ന് നോക്കാം. മാരുതിയും ടൊയോട്ടയും ചേർന്നാണ് ഇന്ത്യയിൽ സ്ട്രോങ് ഹൈബ്രിഡ് ടെക്നോളജി എന്ന് പറയുന്ന സംഭവം ജനകീയമാക്കിയത്. അതുവരെ നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത അത്രയും വിലയുള്ള വാഹനങ്ങളൊക്കെ ആയിരുന്നു സ്ട്രോങ് ഹൈബ്രിഡ് ടെക്നോളജി എങ്കിൽ അതിനുശേഷം ഹൈറൈഡർ, ഹൈക്രോസ്, മാരുതിയുടെ ഗ്രാൻഡ് വിറ്റാര അത്തരം വാഹനങ്ങൾ വന്നപ്പോഴാണ് ഒരു പരിധി വരെ 20 ലക്ഷം രൂപയ്ക്കൊക്കെ നമുക്ക് സ്ട്രോങ് ഹൈബ്രിഡ് കിട്ടും എന്ന് നമ്മൾ മനസ്സിലാക്കിയത്. അതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ വളരെ സൈലൻ്റ് ആയിട്ടുള്ള പ്രവർത്തനമാണ്. തുടക്കം വാഹനം സ്റ്റാർട്ട് ചെയ്ത് പോകുന്ന EV മോഡിലാണെങ്കിൽ പിന്നീട് നന്നായിട്ടൊന്ന് ആക്സിലേറ്റർ കൊടുക്കുമ്പോഴാണ് അത് പെട്രോൾ മോഡിലേക്ക് മാറുന്നത്. മൈലേജ് 27.9 കിട്ടിയ അനുഭവം എനിക്കുണ്ട്. ഹൈറൈഡറിൽ ഞാൻ കൊച്ചിയിൽ നിന്നും കന്യാകുമാരി വരെ ഓടിച്ചപ്പോൾ പലർക്കും 20 മുകളിലേക്ക് ടൗണിൽ പോലും മൈലേജ് കിട്ടുന്നുള്ളതാണ് പ്രത്യേകത. അപ്പം ഇത് സത്യത്തിൽ ഈ ഒരു സംഭവം വികസിപ്പിച്ചെടുത്തത് ടൊയോട്ടയാണ്. ടൊയോട്ടയും മാരുതി സുസുക്കിയും തമ്മിലുള്ള ആ ഒരു ടൈപ്പിൽ സുസുക്കിയുടെ വാഹനങ്ങൾ ഉപയോഗിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ടൊയോട്ടയുടെ സ്ട്രോങ് ഹൈബ്രിഡ് ടെക്നോളജിയുടെ പ്രശ്നം വെച്ചാൽ അത് കുറച്ചൊരു കോംപ്ലക്സ് ടെക്നോളജി ആണെന്നുള്ള കാര്യമാണ്. അറ്റ്കിൻസൺ സൈക്കിൾ അടിസ്ഥാനമാക്കിയിട്ട് പ്രവർത്തിക്കുന്ന ടൊയോട്ടയുടെ ഈ ഹൈബ്രിഡ് സിസ്റ്റമാണ് നിങ്ങൾ ഈ പല വാഹനങ്ങൾ കാണുന്നുണ്ടെങ്കിലും അത് കുറച്ച് കോംപ്ലക്സ് ആണ്. അപ്പോൾ മാരുതി ഒരിക്കലും ഒരു കാര്യങ്ങൾ കോംപ്ലക്സ് ആകാൻ അനുവദിക്കാത്തൊരു കമ്പനിയാണ്. വളരെ ലളിതമായിട്ട് കാര്യങ്ങൾ ഇപ്പോൾ AMG ഗിയർ ബോക്സ് ഒക്കെ അവർ കൊണ്ടുവന്നല്ല. AMG എന്ന് പറയുന്നത് നമ്മൾ ഓട്ടോമാറ്റിക് എന്ന് പറയുന്ന ആ സിസ്റ്റത്തിൻ്റെ കോംപ്ലക്സിറ്റി എന്ന് പറയുന്ന സംഭവമേ എടുത്ത് കളഞ്ഞിട്ട് വളരെ ലളിതമായിട്ട് നമുക്ക് ഗിയർ ഷിഫ്റ്റ് ഓട്ടോമാറ്റിക് ഗിയർ ഷിഫ്റ്റ് സാധ്യമാക്കുന്ന ടെക്നോളജിയാണ്. അപ്പോൾ ആ തരത്തിലേക്ക് വളരെ ലളിതമാക്കി സ്ട്രോങ് ഹൈബ്രിഡ് ടെക്നോളജി കൊണ്ടുവരണമെന്ന് മാരുതി കുറേ കാലമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. തന്നെയല്ല
മാരുതിയുടെ വാഹനങ്ങളിൽ ഇപ്പോൾ AMD ഗിയർ ബോക്സ് ഉള്ള വാഹനങ്ങൾ ഏറ്റവും വില കുറഞ്ഞ മോഡലുകൾ സെലറയിലൊക്കെയാണ് ആദ്യമായിട്ട് വന്നത്. അപ്പം കൂടുതൽ ലളിതമായി സ്ട്രോങ് ഹൈബ്രിഡ് ടെക്നോളജി നിർമ്മിച്ച് അല്ലെങ്കിൽ വികസിപ്പിച്ചെടുക്കാൻ പറ്റുമെങ്കിൽ വളരെ വില കുറഞ്ഞ വാഹനങ്ങൾ കൊണ്ടുവരാമല്ലോ എന്ന് കുറേ കാലമായിട്ട് മാരുതി അല്ലെങ്കിൽ സുസുക്കി ചിന്തിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അവരൊരു വളരെ ലളിതമായ സ്ട്രോങ് ഹൈബ്രിഡ് ടെക്നോളജി കണ്ടെത്തി കഴിഞ്ഞു എന്നാണ് നമ്മൾ കേൾക്കുന്നത്. ആ ഒരു ടെക്നോളജിയുള്ള വാഹനമാണ് പുതുതായിട്ട് വരാൻ പോകുന്ന ഫ്രോങ്സ് എന്നും കേൾക്കുന്നു. 30 തൊട്ട് 35 കിലോമീറ്റർ വരെ മൈലേജ് കിട്ടാനുള്ള സാധ്യതയുണ്ട് എന്നാണ് എന്താ പറയുക പറഞ്ഞു കേൾക്കുന്നത്. നമുക്ക് കൃത്യമായിട്ട് അതിനെപ്പറ്റി വിവരമൊന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ അങ്ങനെ വരികയാണെങ്കിൽ മാരുതിയുടെ ഏറ്റവും വില കുറഞ്ഞ സ്വിഫ്റ്റ്, ബലേനോ, ഫ്രോങ്സ് അത്തരം വാഹനങ്ങളെല്ലാം തന്നെ ഈ ഒരു സ്ട്രോങ് ഹൈബ്രിഡ് ടെക്നോളജി വരും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കോംപ്ലക്സ് ആയിട്ടുള്ള സ്ട്രോങ് ഹൈബ്രിഡ് ടെക്നോളജിയിൽ പ്രവർത്തിക്കുന്ന ടൊയോട്ടയുടെ ആ ഒരു ടെക്നോളജി പ്രവർത്തിക്കുന്ന വാഹനങ്ങൾക്ക് വില കൂടുതലാണെങ്കിൽ മാരുതിയുടെ അല്ലെങ്കിൽ സുസുക്കിയുടെ ഹൈബ്രിഡ് ടെക്നോളജിയിൽ വരുന്ന വാഹനങ്ങൾക്ക് വില കുറവായിരിക്കും. വളരെ സാധാരണക്കാരിലേക്കും സ്ട്രോങ് ഹൈബ്രിഡ് ടെക്നോളജി എത്തുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ എന്തായാലും ഈ ഒരു സ്ട്രോങ് ഹൈബ്രിഡ് ടെക്നോളജി മാരുതിയുടെ വാഹനങ്ങൾ ആദ്യം പ്രത്യക്ഷപ്പെടാൻ പോകുന്നത് ഞാൻ ഈ പറഞ്ഞ പോലെ ഫ്രോങ്സിലായിരിക്കും എന്നാണ് കേൾക്കുന്നത്. 2026 ഈ വർഷം ഒടുവിലും അടുത്ത വർഷം ആദ്യമായിരിക്കും വരാൻ പോകുന്നത്. Z12 എന്ന് പറയുന്ന സീരീസിൽ പെടുന്ന 1.2 ലിറ്റർ 3 സിലിണ്ടർ പെട്രോൾ എഞ്ചിനിലായിരിക്കും ഇത് വരാൻ പോകുന്നത്. ഈ ഒരു ടെക്നോളജി ആദ്യമായിട്ട് വരാൻ പോകുന്നത്. അതോടൊപ്പം തന്നെ ഈ പെട്രോൾ എഞ്ചിനോടൊപ്പം തന്നെ 1.5 to 2 കിലോ വാട്ടിൻ്റെ ഒരു ബാറ്ററി പാക്ക് കൂടി അതിൻ്റെ കൂടെ ഉണ്ടാകും. അതുകൂടാതെ തീർച്ചയായിട്ടും ഒരു ഇലക്ട്രിക് മോട്ടറും ഇതെല്ലാം കൂടി ചേർന്ന ഒരു സെറ്റപ്പ് ആയിരിക്കും ഈ ഒരു വാഹനത്തെ ചലിപ്പിക്കുന്നതെന്നാണ് അറിയുന്നത്. എന്തായാലും പരമ്പരാഗത ഹൈബ്രിഡ് ടെക്നോളജിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ ഫ്രോങ്സിലെ പെട്രോൾ എഞ്ചിൻ ഇലക്ട്രിക് മോട്ടറിൽ പ്രവർത്തിക്കാനുള്ള ഇലക്ട്രിസിറ്റി നൽകുന്ന ഒരു ജനറേറ്ററായി മാത്രമേ പ്രവർത്തിക്കൂ. അതായത് ഇലക്ട്രിക് മോട്ടറായിരിക്കും എപ്പോഴും വാഹനത്തെ ചലിപ്പിക്കുന്നത്. അതിന് വേണ്ട ഒരു ബാക്കപ്പ് കൊടുക്കാനായിരിക്കും പെട്രോൾ എഞ്ചിൻ ഉണ്ടാവുക എന്നുള്ളതാണ് നമ്മൾ അറിയുന്നത്. അപ്പോൾ ഇലക്ട്രിക് മോട്ടോർ വാഹനത്തെ ചലിപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ വളരെ സ്മൂത്തായിട്ടുള്ള പ്രവർത്തനം നമുക്ക് പ്രതീക്ഷിക്കാം. അതോടൊപ്പം തന്നെ മികച്ച മൈലേജും പ്രതീക്ഷിക്കാം. ഇത് രണ്ടുമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ അങ്ങനെ ഫ്രോങ്സിൽ തുടങ്ങുന്ന ആ ഒരു ടെക്നോളജി പിന്നീട് നമുക്ക് വില കുറഞ്ഞ സ്വിഫ്റ്റിലേക്കും അതുപോലെ തന്നെ ബലേനിലേക്കും എത്തുമെന്ന് പ്രതീക്ഷിക്കാം. അങ്ങനെ AMD ഗിയർ ബോക്സ് ജനകീയമാക്കിയതുപോലെ തന്നെ സ്ട്രോങ് ഹൈബ്രിഡ് ടെക്നോളജിയും മാരുതി അല്ലെങ്കിൽ സുസുക്കി ജനകീയമാക്കാൻ പോവുകയാണ്. അപ്പം വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ടൊയോട്ട ടെക്നോളജിയിൽ നിന്നും വ്യത്യസ്തമായിട്ട് വളരെ ലളിതമായിരിക്കും ഈ ഒരു ടെക്നോളജി എന്നുള്ളത് കൊണ്ട് തന്നെ മെയിൻ്റനൻസ് കോസ്റ്റും കുറവാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ആഴ്ചയിലെ വാഹന വിശേഷങ്ങൾ പറയാനുള്ളത്. പിന്നെ നേരത്തെ പറഞ്ഞല്ലോ നമ്മുടെ ഹ്യുണ്ടായി വെർണ പോലുള്ള വാഹനങ്ങൾ, ഹ്യുണ്ടായുടെ ഏതൊരു വാഹനവും നിങ്ങൾക്ക് കേരളത്തിൽ എവിടെ ഓടിച്ച് നോക്കണമെങ്കിലും ഞാൻ ഈ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വിളിച്ചാൽ മതി. പോപ്പുലർ ഹ്യുണ്ടായിലെ നമ്പറാണ്. പോപ്പുലർ ഹ്യുണ്ടായി ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹ്യുണ്ടായി ഡീലർഷിപ്പാണ്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം 35-ലധികം സർവീസ് സെൻറ്റേഴ്സും സെയിൽസ് സെൻറ്റേഴ്സും ഉണ്ട് പോപ്പുലർ ഹ്യുണ്ടായിക്ക്. അപ്പോൾ നിങ്ങൾക്ക് ഹ്യുണ്ടായുടെ ഏതൊരു വാഹനം, അത് ഏറ്റവും വലിയ ഹ്യുണ്ടായി ക്രെറ്റ EV ആയാലും ഇപ്പോൾ നേരത്തെ പറഞ്ഞ വെർണ ആയാലും അതുപോലെ തന്നെ ഏറ്റവും വലിയ വെന്യൂ ഏറ്റവും വലിയ വെന്യൂ ഗംഭീര വാഹനമാണ്. അതുൾപ്പെടെയുള്ള ഏത് വാഹനം നിങ്ങൾക്ക് ഓടിച്ച് നോക്കണമെങ്കിലും ഞാൻ ഈ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വിളിക്കാം. കേരളത്തിൽ എവിടെയായാലും നിങ്ങളുടെ വീട്ടുമുറ്റത്ത് വാഹനം എത്തിച്ചേരും. ഓടിച്ച് നോക്കുക. ഓടിച്ച് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണ്, ബുക്ക് ചെയ്യാൻ പോവുകയാണെങ്കിൽ പറയുക. ബൈജു എന്നായിരുന്നു യൂട്യൂബ് ചാനൽ കണ്ടാണ് ബുക്ക് ചെയ്യുന്നതെന്ന്. അങ്ങനെയാണെങ്കിൽ നിങ്ങളെ കാത്തിരിക്കുന്നത് ലഭ്യമായ എല്ലാ ഡിസ്കൗണ്ടുകളും ഒപ്പം സർപ്രൈസ് ഗിഫ്റ്റുകളും ഒക്കെ ആയിരിക്കും. അപ്പോൾ ഈ നമ്പർ അതിൽ സൂക്ഷിച്ച് വയ്ക്കുക. എല്ലാ ഹ്യുണ്ടായി ഓണേഴ്സും എന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ എങ്ങനെയൊക്കെയാണ് വീഡിയോയിലേക്ക് ചോദ്യങ്ങൾ അയക്കേണ്ടതെന്ന് വെച്ചാൽ 2 തരത്തിലേക്ക്. ഒന്ന് biju@gmail.com എന്ന ഇമെയിലിലേക്ക് അയക്കാം. ബൈജു എന്ന ഒഫീഷ്യൽ എന്ന ഫേസ്ബുക്ക് പേജിലേക്ക് അയക്കാം. ബൈജു എന്നാർ എന്ന ഇൻസ്റ്റാഗ്രാം പേജിലേക്ക് അയക്കാം. കൂടാതെ ഈ ഒരു ചോദ്യോത്തര വീഡിയോയുടെ താഴെ കമൻറ്റുകളായിട്ട് ചോദ്യങ്ങൾ അയക്കാം. തിരഞ്ഞെടുത്ത ചോദ്യങ്ങൾക്ക് ഉത്തരം തരുന്നതായിരിക്കും. അപ്പോൾ അടുത്ത ആഴ്ച മറ്റൊരു ക്വസ്റ്റ്യൻ ആൻസർ സെഷനുമായി കാണാം. ബൈ.